നിർദ്ദേശ വന നിയമ ഭേദഗതി ബില്ല് റദ്ദാക്കണമെന്ന് ആദിവാസി ഏകോപന സമിതി. ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് പരിരക്ഷ നൽകുന്ന ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ടുള്ള ബില്ല് തയ്യാറാക്കി വനം മന്ത്രി രാജിവെക്കണമെന്നും സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു. അടിയന്തരമായി ഗോത്ര പാർലമെന്റ് വിളിച്ചു ചേർക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനിരിക്കുന്ന വന നിയമ ഭേദഗതി കരട് ബില്ല് റദ്ദാക്കുകയും കോടതിയലക്ഷ്യത്തിന്റെയും ചട്ടലംഘനത്തിന്റെയും ധാർമ്മികത ഉൾക്കൊണ്ടുകൊണ്ട് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ രാജിവെക്കുകയും ചെയ്യണമെന്ന് ആദിവാസി ഏകോപന സമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് ഗോത്ര സമുദായ നേതാക്കളെയും ഊരുമൂപ്പൻ പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അടിയന്തര ഗോത്ര പാർലമെന്റ് വിളിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. 1961 കേരള വന നിയമത്തിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ബ്രിട്ടീഷ് ഭരണകാലത്തെയും രാജഭരണകാലത്തെയും അടിമവ്യവസ്ഥയ്ക്ക് തുല്യമായ നിയമം ഗോത്ര ജനവിഭാഗങ്ങൾക്ക് മേൽ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈശ്വരൻ ഇട്ടിയാതി എന്ന ഗോത്രവർഗ്ഗക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളതാണ്. 1969 ഹൈക്കോടതിയിൽ നിന്നും കിൽമെന്റ് സെറ്റിൽമെന്റ് റൂൾസ് റദ്ദ് ചെയ്ത് ഉത്തരവുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ഹൈക്കോടതി ഉത്തരവിന് ഘടകവിരുദ്ധമാണ് നിലവിലെ കരട് എന്നും അവർ ചൂണ്ടിക്കാട്ടി. ഈ കരട് ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഇത് ചട്ടലംഘനമാണ്, അതുകൊണ്ട് ഈ മന്ത്രി രാജിവെക്കണമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത്. ഇത് ചട്ടലംഘനമാണെന്ന് പറയുവാനുള്ള കാരണം 2006 ഗോത്ര നിയമം, കേന്ദ്ര നിയമത്തിൻ്റെ ഗോത്ര നിയമപ്രകാരം വനാവകാശ രേഖ 2006 പരമ്പരാഗത ഗോത്ര വനവാസികൾക്ക് അംഗീകരിച്ചു തന്നിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്. ആ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചു തന്ന ഈ കേന്ദ്ര നിയമ ബില്ല് നിലനിൽക്കുമ്പോൾ ഒരു സംസ്ഥാനത്തിന് ആ ബില്ല് ഭേദഗതി ചെയ്യുവാനുള്ള അർഹതയില്ല. ആ അർഹതയില്ല എന്ന് പറയുമ്പോൾ അത് ചട്ടലംഘനമാണ്. ഒരു മന്ത്രി ചട്ടലംഘനം കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് പത്രാധിപരായ നിങ്ങൾക്കറിയാം. മാത്രവുമല്ല, വനം വകുപ്പ് മന്ത്രിക്ക് അലോപ്പതി വിഭാഗങ്ങളുമായി ചില രഹസ്യ ധാരണകളുള്ളതായും അവർ ആരോപിച്ചു. ആദിവാസികളും ആയുർവേദ ചികിത്സകരും ഔഷധങ്ങൾ ശേഖരിക്കുന്നത് വനം മേഖലകളിൽ നിന്നാണ്. വനത്തിലെ പ്രവേശനം നിഷേധിക്കുന്നതോടുകൂടി ഔഷധങ്ങൾ ശേഖരിക്കുന്നത് ഇല്ലായ്മ ചെയ്യപ്പെടുമെന്നും അവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ KM അശോക് കുമാർ, PA മോഹനൻ, MI ശശീന്ദ്രൻ, OS ശ്രീജിത്ത്, KS ഷാജി എന്നിവർ പങ്കെടുത്തു.